രമ്യാണല്ലോ. ഓ, അടുത്ത മാറണം. ഇനിയിപ്പോ ഇവൾക്ക് എന്താ വേണ്ടേ? ചോദിക്കാം. ഹലോ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ? ഞാൻ വെറും പൊട്ടി പെണ്ണാണെന്നോ? എവിടെ ഋതികയെ കെട്ടാൻ നടക്കുന്ന നിങ്ങളുടെ മണക്കൂസം മകൻ? അവനും കൂടെ അറിഞ്ഞോണ്ടാണോ നിങ്ങൾ ഈ വൃത്തിയോടെ ഒപ്പിച്ചു വെച്ചിരിക്കുന്നേ? അംബിക മേഡം എന്ന് വിളിച്ച നാവുകൊണ്ടേ എന്നെ കൊണ്ട് ചീത്ത വിളിപ്പിക്കല്ലേ. ഈ രമ്യ ആരാണെന്നേ നിങ്ങൾ അമ്മയ്ക്കും മകനും ശരിക്കും അറിയില്ല. രമ്യേ, മതി നിർത്ത്. നീ ആദ്യം കാര്യം എന്താന്ന് പറ. അവരൊരു സത്യവാ സാവിത്രി. നിങ്ങക്ക് കാര്യം എന്തോന്ന് അറിയില്ല. എന്ത് കേക്കാൻ? എനിക്കൊന്നും കേക്കണ്ട. നിങ്ങൾക്കും നിങ്ങളുടെ മകനുവേ ഈ ശാന്തി മുഹൂർത്തം പ്രശ്നമായിരിക്കില്ല. പക്ഷെ എനിക്കത് പ്രശ്നമാ. ദേ പെണ്ണെ, വെറുതെ കിടന്ന് തുള്ളാതെ ഞാൻ പറയുന്ന ആദ്യം നീ കേൾക്ക്. അവര് കട്ടിലും നിലത്തുമായിട്ട് രണ്ടായിട്ടാണ് കിടപ്പെന്ന് ആദ്യം നീയല്ലേ എന്നോട് വിളിച്ച് പറഞ്ഞത്? ആ അതെ. അത് തെളിയിക്കാൻ ഒരു വഴി. അത്രേ ഞാൻ ഈ ശാന്തി മുഹൂർത്തം കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. രാജുവിനെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ലേ? അവൻ അവന്റെ യജമാനത്തെ സേഫ് ആക്കണമെന്ന ഒറ്റ ചിന്തയിൽ മാത്രമാ ജീവിക്കുന്നത്. പക്ഷെ അവളുടെ മനസ്സിലിരിപ്പ് അങ്ങനെയല്ലല്ലോ. നിനക്കിപ്പോ അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് ഞാൻ പ്രതാപന്റെ മുന്നിൽ തെളിയിക്കണോ അതോ വേണ്ടയോ? വേണം. എങ്കി നീ കോള് കട്ട് ചെയ്തിട്ട് പോയി സമാധാനമായിട്ടിരിക്കെ. എനിക്കല്പം സ്വസ്ഥത താ. എനിക്കൊന്ന് പ്ലാൻ ചെയ്യാനുള്ള സമയം താ. എന്താ അംബിക മേഡത്തിന്റെ പ്ലാൻ? എന്റെ കയ്യിലെ ഒരു വോയിസ് റെക്കോർഡിംഗ് ഡിവൈസ് ഉണ്ട്. ഞാനത് ഋതികയുടെ റൂമിൽ ഒളിപ്പിച്ചു വെക്കും. അവര് സംസാരിക്കുന്നതെല്ലാം ആ ഡിവൈസിൽ റെക്കോർഡാവും. അവരെന്തായിരിക്കും സംസാരിക്കുന്നതെന്ന് നിനക്കും